അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദേവമാതാവേ, ദൈവമാതാവേ, അന്ന് അങ്ങ് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട് വരാൻ പോകുന്ന മഹാദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് 20 വർഷം തികയുന്ന ഈ വേളയിൽ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഈ ദേശത്തിനും അങ്ങ് മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. മക്കളെ, ഇന്നത്തെ പ്രാർത്ഥന ആവശ്യം ഉദ്ദേശിക്കണം അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ ദ്വാദശക വേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഫീഡിംഗ് പേരിലേക്ക് വരികയാണ്. കർത്താവിൻ്റെ തിരുസന്നിധിയിലേക്ക് ഇത് മുഴുവനായിട്ട് സമർപ്പിക്കുകയാണ്. നമ്മുടെ ജീവിതത്തെ ദിവസം കർത്താവിൻ്റെ ഒരു ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. കർത്താവിൻ്റെ നാമത്തിൽ ശരണപ്പെടുന്ന എല്ലാ മക്കളെയും നീ പ്രത്യേകമായി സന്ധിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ സ്വന്തം ജീവിതത്തിൻ്റെ പാരാഭാരത്തിൽ തുഴഞ്ഞ് കൈരണ്ടും തളർന്ന് ആരും സഹായത്തിനില്ലെന്ന് അന്താളിപ്പോടെ നോക്കുന്ന അനേകം മക്കൾ ഇന്ന് ഉണർന്നിട്ടുണ്ട്. ഈശോയെ, അവരെ സന്ധിക്കാൻ വേണ്ടിയാണ് ഈ പ്രാർത്ഥനകൾ നടത്തുന്നത്. പ്രത്യേകിച്ച് അങ്ങനെയുള്ളവരെ ഈ പ്രാർത്ഥനയുടെ ശക്തിയാൽ സന്ധിക്കണം പ്രാർത്ഥിക്കുന്ന കർത്താവേ, ജീവിതത്തിൻ്റെ ഓരോ മനുഷ്യർക്കും ഇത് നിങ്ങൾക്ക് ആവശ്യമാണെന്ന് എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് അറിയുന്നുവെന്ന് കർത്താവേ നീ പറഞ്ഞല്ലോ. ഈശോയെ, അങ്ങയുടെ മക്കളുടെ ആവശ്യങ്ങളിൽ അങ്ങ് സത്താലുവാണ്. ഈശോ മാത്രമല്ല, പരപിതാവും സത്താലുവാണ്. അതാണ് ഞങ്ങളുടെ ഒരു ആശ്വാസം. ഈശോയെ, ഓരോ ആവശ്യങ്ങളുടെ സമ്മർദ്ദത്തിൽ സങ്കടപ്പെട്ട് ഞെരിയുന്ന മക്കളെ അവിടെ കഴിവുകൊണ്ട് തന്നെ അവർക്ക് രക്ഷപ്പെടാൻ നിവൃത്തിയില്ലെങ്കിൽ എൻ്റെ അമ്മയെ പരിശുദ്ധമ്മ ദേവമാതാവേ, അവർക്ക് സ്വന്തം അമ്മയായിക്കൊണ്ട് അവരെ കൈപിടിച്ച് ഉയർത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. പത്രോസിനെ എങ്ങനെയാണ് കർത്താവെ മുങ്ങിപ്പോയപ്പോൾ നീ കൈ കൊടുത്തതുപോലെ മുങ്ങിപ്പോകുന്ന എല്ലാ മക്കൾക്കും മനസ്സുകൊണ്ട്, സാമ്പത്തിക തകർച്ച കൊണ്ട്, രോഗം കൊണ്ട് മുങ്ങിപ്പോകുന്ന എല്ലാ മക്കൾക്കും നീ കൈ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കടലിൻ്റെ മീതെ നടന്നു വന്നവനെ കർത്താവെ കൈനീട്ടി നീ ഞങ്ങളുടെ മക്കളെ സന്ധിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കരുണ ആണല്ലോ കർത്താവെ കൈയും കാലുമായി ക്രിസ്തുവായി കടലിൻ്റെ മീതെ നടന്നു വന്നത്. അതുപോലെ ആ കരുണ കർത്താവെ അങ്ങയുടെ തിരുസന്നിധിയിൽ കൈ ഉയർത്തുന്ന എല്ലാ മക്കളുടെ മേലും നീ കൈ പിടിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കടകൾ നടത്തിയവരുണ്ട്, അത് പൂട്ടാൻ പോകുന്നവരുണ്ട്.
കുഞ്ഞുങ്ങൾ നാളെ എങ്ങനെ പഠിപ്പിക്കുമെന്ന് അറിയാൻ പാടില്ലാതെ വിഷമിക്കുന്നവരുണ്ട്. ബന്ധുക്കളും സ്വന്തപ്പെട്ടവരും ഒക്കെ കരകയറുമ്പോഴും അവർ തിരിഞ്ഞു നോക്കാതിരിക്കുമ്പോഴും അതിൻ്റെ പേരിൽ ഒറ്റപ്പെട്ടു പോകുന്ന അവസ്ഥകളിൽ വിഷമിക്കുന്ന അനേകം മക്കളുണ്ട്. ഈശോയിൽ ചുറ്റി പിടിച്ച് ജപ്തിയായി പോകുന്നവരുണ്ട്. അടക്കാൻ പറ്റാത്തതിൻ്റെ പേരിൽ ജപ്തിയായി പോകുന്നവരുണ്ട്. ചില വാടകക്കാർ കയറിയിട്ട് വാടകയ്ക്ക് ഇന്ന് ഇറങ്ങിപ്പോകാത്തവരുണ്ട്. അതിൻ്റെ പേരിൽ അത് കൊടുക്കാനും പറ്റുന്നില്ല, കുടുംബത്തിലെ പുതിയ ചിലവുകൾ നടത്താനും പറ്റുന്നില്ല. അങ്ങനെ പ്രയാസപ്പെടുന്നവരുണ്ട്. വഴിയില്ലാത്തവരുണ്ട്. നടന്ന് കയറാനുള്ള വഴി ഇല്ലാത്തതുകൊണ്ട് കല്യാണം നടക്കാത്തവരുണ്ട്. അങ്ങനെ പല പല വിഷമതകൾ കൊണ്ട് കർത്താവെ ആരോടും പറയാതെ പറഞ്ഞിട്ട് എന്ത് കാര്യമെന്ന് ഓർത്തിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സ്വയമായിട്ട് തൊണ്ടേ പഴുത്ത പോലെ വിഴുങ്ങിത്തെറിക്കരുത് മനുഷ്യൻ. പക്ഷേ ഇന്ന് ഉടമ്പടി എല്ലാത്തിനും സമാധാനം മാതാവ് അതിലൂടെ പറയുന്നത് കാരണം ആ വിശ്വാസത്തിൽ ഉടമ്പടി എടുത്തിരിക്കുന്ന എല്ലാ മക്കൾക്കും അവരെന്താണ് എഴുതി വെച്ചിരിക്കുന്നത് അതിൻ്റെ മേൽ ദൈവഹിതമാണെങ്കിലും ആ ദൈവമേ ആ വിഷയത്തിലും ഇടപെടണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഇടപെടണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ സാക്ഷ്യം പറയാൻ മക്കൾക്ക് സാധിക്കുന്ന വിധത്തിലുള്ള അടയാളങ്ങൾ നൽകി അവരെ അനുഗ്രഹിക്കണം പ്രാർത്ഥിക്കുന്നു. രോഗങ്ങൾ കർത്താവ് വിദേശ മക്കൾ ജോലിക്ക് അവർ പഠിക്കാൻ പോയി, കുടുംബത്തിൽ 10-40 വർഷം കടമായി. പക്ഷേ അവർക്ക് അവിടെ പഠിക്കുന്ന സ്ഥലത്ത് ജോലി കിട്ടണില്ല. അവർ തിരിച്ചു പോരേണ്ടി വരുന്ന അവസ്ഥയിൽ എന്ത് ചെയ്യും ദൈവമേ? അതിവിടെ അവർ ജീവിച്ചതിനേക്കാൾ കഷ്ടമായ ഒരു സാഹചര്യത്തിലേക്ക് അവർ പോയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ളവരെ ഇന്ന് നീ സന്ധിക്കണേ പ്രാർത്ഥിക്കുന്നു. ഇത് ഇന്നത്തെ പ്രാർത്ഥന, ഇന്നത്തെ നിയോഗമാണ് കർത്താവ്. ഇങ്ങനെ ഓരോ വിഷയങ്ങൾ കുടുംബത്തിൻ്റെ മെയിൻ്റെനൻസ് നടക്കാത്ത കാരണം ക്ഷുദ്രജീവികൾ കയറി പലതരത്തിലുള്ള പഴുതാരകളും പലതരത്തിലുള്ള ജീവികളൊക്കെ കയറി ഉറങ്ങാൻ പോലും പറ്റാത്ത ആൾക്കാരുണ്ട്. ഈശോയെ അവരെ അതെല്ലാം കൊണ്ട് സഹിച്ച് ആര് സഹിക്കും, ആര് രക്ഷപ്പെടുത്തും എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് മനസ്സ് നിരവിച്ച് അങ്ങനെ ജീവിക്കുന്നവരുണ്ട്. ഇങ്ങനെ എല്ലാ മക്കളെയും ഈ പ്രാർത്ഥനയിൽ ഞങ്ങൾ ഓർക്കുന്ന നിർത്താവേ അവരെല്ലാം സന്ധികളെ പ്രാർത്ഥിക്കുന്നു. ഗർഭിണികളെ അമ്മ കാണിച്ചു തരുന്നുണ്ട്. ഈ സമയത്ത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷേ പ്രായമായിട്ട് ഗർഭിണികളെ അവരെ കാണിച്ചു തരുന്നുണ്ട്. കുറച്ച് അങ്ങോട്ട് പ്രായമായിട്ട് ഗർഭിണികളുടെ ഗർഭത്തിൻ്റെ പ്രോബ്ലം ഉള്ളവരെ കാണിച്ചു തരുന്നുണ്ട്. അതിനെല്ലാം ഇപ്പോഴും വലത് കരുത്തെ സ്പർശിക്കണം പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ എന്ത് വിഷമമാണ് നിങ്ങൾക്കുള്ളത്, പേരറിയാവുന്നതോ അറിയാൻ പാടില്ലാത്തതോ വിഷയമായിക്കൊള്ളട്ടെ, യേശു ക്രിസ്തു നാമത്തിൽ അത് മാറിപ്പോകട്ടെ എന്ന് ഈശോ നാമത്തിൽ കൽപ്പിക്കുന്നു. നിത്യപിതാപുത്രനും പരിശുദ്ധാത്മാവ് സർവ്വീശ്വരൻ. ഓക്കെ, എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് വായിക്കുന്ന സുവിശേഷം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 21:13, നടപടി പുസ്തകത്തിലെ 1:8. 21:10 വായിക്കാൻ വിശുദ്ധ ലൂക്കാ സുവിശേഷം. നിങ്ങൾക്ക് ഇത് സാക്ഷ്യം നൽകുന്നതിനുള്ള അവസരമായിരിക്കും. നിങ്ങൾക്കിത് സാക്ഷ്യം നൽകുന്ന അവസരമായിരിക്കും. ഓക്കെ, ഇനി നടപടി 1:8 വായിച്ചേ. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ജെറുസലേമിലും യൂദയ മുഴുവനിലും സമരിയയിലും ഭൂമിയുടെ അതിർത്തികൾ വരെയും നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കുകയും ചെയ്യും. ശരിക്കും പറഞ്ഞാലേ സഭ എന്തിനു വേണ്ടിയാണ് ആൾക്കാരെ ട്രെയിൻ ചെയ്യേണ്ടത്? കുദാശകൾ മാതൃകയായിട്ട് ജീവിക്കാൻ വേണ്ടി മാത്രമാണോ? അല്ല, നമ്മൾക്ക് പരിശീലനം ലഭിക്കേണ്ടത് സാക്ഷികളായിരിക്കാനാണ്. വേദപാഠത്തിൻ്റെ ലക്ഷ്യം എന്താണ്? സാക്ഷ്യമാണ്. ദൈവം നമ്മളുടെ മുമ്പിൽ അന്വേഷിക്കുന്നത് എന്താണ്? സാക്ഷ്യമാണ്. കർത്താവിൻ്റെ വിശുദ്ധമായ രക്തത്തിൽ വസ്ത്രം കഴുകി വെളുപ്പിച്ച സാക്ഷികളെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് വെളിപാടിൻ്റെ പുസ്തകം അവസാനിക്കാൻ പോണത്. അപ്പം നിൻ്റെ മനസ്സിലെപ്പോഴും ഉണ്ടാകേണ്ടത് നിൻ്റെ സ്പിരിച്വാലിറ്റി, ആധ്യാത്മികത എന്ന് പറയുന്നത് അതിൻ്റെ മൂല്യം ഓരോ ദിവസവും വർദ്ധിക്കണം. എങ്ങനെ വർദ്ധിക്കും? സാക്ഷികളായിക്കൊണ്ട് വർദ്ധിക്കത്തുള്ളൂ. സാക്ഷിക്ക് എന്താ വേണ്ടത്? എന്താ ചെയ്താലും ദൈവനാമത്തിൻ്റെ മഹത്വത്തിനായിരിക്കണം. ഇത് നിങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാനുള്ള അവസരമായിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന നെഗറ്റീവാണ് കൂടുതലും സാക്ഷ്യം വഹിക്കാൻ നമ്മളെ സഹായിക്കുന്നത്. അപ്പോസ്തലന്മാരുടെ പീഡനങ്ങളും ഞെരുക്കങ്ങളെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം ഈശോ പറയണത് ഇത് നിങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാനുള്ള അവസരമായിരുന്നു. അപ്പോൾ നമുക്ക് ലഭിക്കുന്ന അവഗണന, നമുക്ക് ലഭിക്കുന്ന നിരാകരണം, നമുക്ക് ലഭിക്കുന്ന രോഗങ്ങൾ, നമുക്ക് ലഭിക്കുന്ന ഒറ്റപ്പെടലുകൾ, അതെല്ലാം ക്രിസ്തുവിൻ്റെ കൂടെ കൂട്ടിവെക്കണം. എന്നിട്ട് ക്രിസ്തുവിനെ സംവഹിക്കണത്, ക്രിസ്തുവിൻ്റെ പീഡാനുഭവങ്ങളെ നമ്മൾ ഏറ്റുപറയണതും അവൻ്റെ പീഡാനുഭവങ്ങളെയും മരണത്തെയും പ്രഖ്യാപിക്കുന്നതും നമ്മുടെ ഇതുപോലെയുള്ള ശാരീരികവും മാനസികവുമായിട്ടുള്ള പല സങ്കടകരമായ അവസ്ഥകളിലൂടെ കടന്നു പോകുന്നതാണ്. അപ്പോൾ
ക്രിസ്ത്യാനിയെ ഒരു ക്രിസ്തു വിശ്വാസം സംബന്ധിച്ചിടത്തോളം എല്ലാം ഇത് എന്നാ പറയണത്, ഇത് നിങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാനുള്ള അവസരം ലഭിക്കും. അപ്പം നമുക്ക് ലഭിക്കുന്ന അവസരങ്ങൾ, ഇപ്പം നിൻ്റെ ജീവിതത്തിൽ സാധാരണ നീ ഒരു ഭർത്താവാണ്, അല്ലെങ്കിൽ നീ ഒരു ജോലിക്കാരനാണ്, അല്ലെങ്കിൽ നീ ഒരു വിദ്യാർത്ഥിയാണ്, അല്ലെങ്കിൽ നീ ഒരു വീട്ടമ്മയാണ്, ഇതായിക്കോട്ടെ. അപ്പം സാധാരണ വീട്ടിൽ അമ്മയെക്കാൾക്ക് ചിലപ്പോൾ നിനക്ക് ജോലിക്ക് തടസ്സമുണ്ടാകും, കഷ്ടപ്പാടുണ്ടാകും. സാധാരണ അപ്പന്മാരെക്കാൾ ഇരട്ടിപ്പണി ചിലപ്പോൾ നീ ചെയ്യേണ്ടി വരും, കുടുംബത്തിൻ്റെ പ്രാരാബ്ധങ്ങൾ കാരണം. ചിലപ്പോൾ സാധാരണ വിദ്യാർത്ഥികളെക്കാൾ നീ ചിലപ്പോൾ പഠിക്കേണ്ടി വരും. കാര്യം എന്ന് വെച്ചാൽ നിനക്ക് മനസ്സിലാകാത്തത് കൊണ്ടാണ്. ചിലക്ക് ഒറ്റ വായനക്ക് മനസ്സിലാവും. ഇപ്പം എനിക്കൊക്കെ ആണെങ്കിൽ കുറേ വായിച്ചാലേ മനസ്സിലാകും. അപ്പോൾ ഞാൻ എങ്ങനെ ഇരുന്ന് വായിക്കും, ഇതുവരെ വായന നിർത്തിയിട്ടുമില്ല. അപ്പോഴെന്താ അത് ഇപ്പം മറ്റുള്ളവർക്ക് നിസ്സാരമായിട്ട് ചെയ്യുന്ന പല കാര്യങ്ങളും നമ്മൾക്ക് കുറച്ച് ക്ലേശമാകും. ഈശോ പറഞ്ഞത് ഇത് നിങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാനുള്ള അവസരമായിരിക്കും. അതാണ് ഇത് നിങ്ങൾക്ക്. അപ്പം എന്തെങ്കിലും എക്സ്ട്രാ വന്നാൽ അതെല്ലാം സാക്ഷ്യത്തിൻ്റെ അവസരമായി ദൈവനാമ മഹത്വത്തിനെ കാഴ്ചവെക്കണം. അത് ഇന്ന് വരെയാണ് കാഴ്ചവെക്കേണ്ടത്. നടപടി 1:8 പറയാൻ എന്താണ്? ഭൂമിയുടെ അതിർത്തികൾ വരെ. ഭൂമിയുടെ അതിർത്തി എന്ന് പറഞ്ഞാൽ എന്താ? അന്റാർട്ടിക്ക വരെ വല്ലതാണ്? അതൊന്നും അല്ല. നമ്മുടെ ജീവിതം എപ്പോൾ തീരുന്നു അപ്പം വരും. അവസാനത്തെ ശ്വാസമാണ് നമ്മുടെ. എപ്പോൾ നിലക്കുന്നു, നമ്മൾ എപ്പോൾ കിടപ്പിലാകുന്നു, എപ്പോഴും ഇങ്ങനെ നടന്നു പോകുന്ന ആൾ എപ്പോഴാണ് കിടന്നു പോണത്, അതാണ് നമ്മുടെ ഭൂമിയുടെ അതിർത്തി. അതുവരെ ക്രിസ്തുവിൻ്റെ സാക്ഷികളാകാൻ. അതുകൊണ്ട് കിട്ടുന്ന അവസരങ്ങളെ സാക്ഷ്യത്തിനെ ഉപയോഗിച്ചുകൊണ്ട് ക്രിസ്തുവിൽ വളരുക, ശക്തി പ്രാപിക്കുക, ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് പുണ്യത്തെ പുരോഗമിക്കുക. ഇത് എൻ്റെ 6-ാമത്തെയോ 7-ാമത്തെയോ സാക്ഷ്യമാണ്. ഞാൻ ഡെൻറ്റിസ്റ്റാണ് ബൈ പ്രൊഫഷൻ. ഞാനിവിടെ പറയുന്നത് ഉടമ്പടി നമ്മൾ എങ്ങനെ വ്യത്യസ്തരാക്കും എന്ന് പറയാനാണ് ഞാൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. ഇത് സാക്ഷ്യത്തിനുപരിയായിട്ട് എല്ലാവരും മനസ്സിലാക്കേണ്ട നിത്യസത്യം തന്നെയാണ്. കാരണം ഇവിടെ അനുഭവിക്കുന്ന ഈശോ ആകുന്ന വലിയ സ്നേഹത്തെ, കർത്താവാകുന്ന ആ ദിവ്യ സാന്നിധ്യത്തെ മനസ്സിലാക്കി കർത്താവിൻ്റെ മഹത്വം അനേക ആയിരങ്ങളിലേക്കെന്നാണ് പണ്ട് ഞാൻ പറഞ്ഞിരുന്നത്. ഇപ്പം ഞാൻ പറയുന്നു അനേകം ലക്ഷങ്ങളിലേക്ക് പരിശുദ്ധ അമ്മയുടെ താങ്ങ് നമുക്ക് ലഭിക്കുമ്പോൾ ഈശോയെ അനേകം പേർക്ക് ലക്ഷങ്ങളിലേക്ക് എത്തിക്കുവാൻ പരിശുദ്ധ അമ്മ നമ്മളെ സഹായിക്കുമെന്ന്. ഇത് ആദ്യം സെപ്റ്റംബർ 8 മാതാവിൻ്റെ ബർത്ത്ഡേയുടെ അന്ന് എനിക്ക് പരിശുദ്ധ അമ്മയുടെ അടുത്ത് ഇവിടെ കൃപാസനത്തിലേക്ക് കടന്നു വരുന്ന വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എൻ്റെ മനസ്സിൽ കാണുന്നത് പിങ്ക് റോസാപ്പൂക്കളാണ്. അപ്പോൾ എനിക്ക് ഡാഡിയും മമ്മിയും മരിച്ചുപോയ ആളാണ്. ഇത് ഞാൻ എപ്പോഴും എല്ലാ സാക്ഷ്യങ്ങളിലും പറയും. അപ്പോൾ അച്ഛൻ ധ്യാനത്തിൽ പറഞ്ഞ പോലെ നമുക്ക് എവിടെയെങ്കിലും കുറവുണ്ടെങ്കിൽ ആ സ്ഥാനത്ത് നിൽക്കുന്നത് ഈശോയും പരിശുദ്ധ അമ്മയാണ്. അപ്പം ഞാൻ എൻ്റെ അമ്മയുടെ ബർത്ത്ഡേക്ക് ഞാൻ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് കാണുന്നത് പിങ്ക് റോസപ്പൂക്കളാണ്. എനിക്കത് കൊണ്ടുവരാൻ പറ്റിയില്ല. അപ്പം ഞാൻ എൻ്റെ വീട്ടിലുള്ള റോസപ്പൂക്കൾ പറിച്ചിട്ട് ഇവിടെ നിന്ന് മുല്ലപ്പൂ മേടിച്ച് മാതാവിനെ സമർപ്പിച്ചിട്ട് വന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ അൾത്താരയിൽ നിറച്ചും പിങ്ക് പൂക്കളായിരുന്നു അന്നുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു, മാതാവേ എൻ്റെ ആഗ്രഹം ഇവിടെ ആരോ സാധിപ്പിച്ചു തന്നല്ലോ എന്ന് പ്രാർത്ഥിച്ച് ഈശോയ്ക്ക് നന്ദി പറഞ്ഞു. അത് കഴിഞ്ഞ് ഇവിടെ കുർബാനയിൽ ഞാൻ പങ്കെടുത്തു. 7 ജപമാല ചൊല്ലിയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഇവിടെ വീണ്ടും ഒരു ജപമാല നിന്ന് പ്രാർത്ഥിച്ചപ്പോഴാണ് കുർബാന തുടങ്ങിയത്. കുർബാന തുടങ്ങിയപ്പോൾ കൊച്ചച്ഛനാണ് കുർബാന സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത്. ഞാനും എല്ലാവരോടൊപ്പം കുർബാന സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. എൻ്റെ അമ്മയുടെ ബർത്ത്ഡേ ആണെന്നുള്ള സന്തോഷത്തോടുകൂടി. ആ സമയത്ത് എൻ്റെ ഏജ് 46 ഇയേഴ്സാണ്. പക്ഷെ ഞാനായി മാറിയത് 8 ഇയേഴ്സ് ആയിട്ടുള്ളൊരു ബേബി ചൈൽഡായിട്ട്. ഞാൻ ശരിക്കും കൊച്ചു കുഞ്ഞായി മാറുമായിരുന്നു എൻ്റെ കൃപാസനത്തിൽ അമ്മയുടെ അൾത്താരയുടെ അടുത്ത് നിൽക്കുമ്പോൾ. അപ്പോൾ എനിക്ക് കാണിച്ചു തന്ന വചനം വെള്ള സ്ലേറ്റിൽ കറുത്ത മഷി കൊണ്ട് ദൈവം എനിക്ക് എഴുതി കാണിച്ചു തന്നു. യെശയ്യാ 43:5. എനിക്കറിയില്ല ആ വചനം. ആ സമയത്ത് വിശുദ്ധ കുർബാന നടന്നുകൊണ്ടിരിക്കുക, കൊച്ചച്ഛൻ കുർബാന നടത്തിക്കൊണ്ടിരിക്കുക. ആ സമയത്ത് നോക്കാൻ പറ്റില്ലല്ലോ. വിശുദ്ധ കുർബാന സ്വീകരിച്ചതിന് ശേഷം ഞാൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എൻ്റെ കയ്യിലൊരു ചെറിയ റോസപ്പ് ഉണ്ടായിരുന്നു. എൻ്റെ മനസ്സിൽ കുർബാന കഴിഞ്ഞിട്ട് എൻ്റെ മനസ്സിൽ ആഗ്രഹമാണ് ഈ റോസപ്പൂവിൻ്റെ ഇതളെടുത്തിട്ട് നമ്മുടെ അൾത്താരയിൽ ഇങ്ങനെ ഇടാൻ, ഇതളുകൾ ഇങ്ങനെ വർഷിക്കാൻ തോന്നുന്നു എനിക്ക്. അങ്ങനെ ഇട്ടാൽ ചീത്ത പറയില്ലേ, കാരണം അതെല്ലാം മോശമായി പോകത്തില്ലേ. അപ്പോൾ നമ്മുടെ നമ്മുടെ കപ്പ്യാരപ്പച്ചൻ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ കപ്പ്യാരപ്പച്ചനോട് ചോദിച്ചു, എനിക്ക് ഈ റോസപ്പൂവിൻ്റെ ഇതൾ എൻ്റെ മാതാവ് പ്രത്യക്ഷപ്പെട്ട സ്ഥലത്ത് വെക്കാൻ പറ്റുമെന്ന്. കപ്പ്യാരപ്പച്ചൻ യൂഷ്വലി സമ്മതിക്കില്ല. പക്ഷെ അന്ന് കപ്പ്യാരപ്പച്ചൻ എന്നോട് പറഞ്ഞു, ഇവിടേക്ക് നേരെ കയറി വന്നിട്ട് മാതാവിൻ്റെ അവിടെ
അതൊക്കെ ഒരു സൈഡിൽ മാത്രം ഇടുക, അങ്ങനെ എല്ലാ സ്ഥലത്തേക്കുമായിട്ട് ഇടാൻ പറ്റില്ല എന്ന്. ഞാൻ നന്ദി പറഞ്ഞു മാതാവിൻ്റെ അടുത്ത് സമർപ്പിച്ചു കുറച്ച് ഇതളുകൾ. എന്നിട്ട് ഞാൻ ഇറങ്ങി പോകുന്ന വഴിക്ക് എൻ്റെ മനസ്സിൽ ശക്തമായിട്ട് പറയുകയാണ്, നീ പോയി മുട്ടായി മേടിച്ചു കൊണ്ടുവരാൻ, സ്വീറ്റ്സ് മേടിച്ചു കൊണ്ടുവരാം. കാരണം അമ്മയുടെ ബർത്ത്ഡേ അല്ലേ. അപ്പം ഞാൻ സ്വീറ്റ്സ് മേടിക്കാനായിട്ട് അടുത്തുള്ള ഹിമാലയ ബേക്കറിയിലേക്ക് പോവാം. എൻ്റെ ബേസിക് നേച്ചർ എന്ന് വെച്ചാൽ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ആകാശം നോക്കി പ്രാർത്ഥിക്കും. യെശയ്യാ 66:2 ആകാശം എൻ്റെ സിംഹാസനം എന്ന് പറയുന്ന ആ വചനം ഞാൻ എപ്പോഴും രാവിലെ എഴുന്നേൽക്കുമ്പോൾ ആ വചനം വെച്ചാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പം ഞാനിപ്പോഴും ആകാശം നോക്കിയപ്പം ഇപ്പോഴും നോക്കി പ്രാർത്ഥിക്കും. അപ്പം അവിടെ മാലാഖമാരുടെ സംരക്ഷണം എനിക്ക് എപ്പോഴും മനസ്സിലായിട്ടുണ്ട്, അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട്. അപ്പം ഇപ്രാവശ്യം ഞാൻ നമ്മുടെ കൃപാസനത്തിൽ നിന്ന് ഇറങ്ങി അങ്ങോട്ട് പോവാം. അപ്പം മുകളിൽ 3 ഈഗിൾസ് ഇങ്ങനെ വട്ടിട്ട് പറക്കുക ആ ഹിമാലയത്തിലേക്ക് പോണ വഴിക്ക്. അപ്പം ഞാൻ പെട്ടെന്ന് നോക്കിയപ്പം 1 മിനിറ്റിനുള്ളിൽ ആ 3 ഈഗിൾസും കാണുന്നില്ല. അവിടെ കണ്ടത് മഴവില്ലായിരുന്നു. സെപ്റ്റംബർ 8 നമ്മുടെ കൃപാസനത്തിൻ്റെ മുകളിൽ മഴവില്ല് വന്നിട്ടുണ്ടായിരുന്നു. എത്ര പേരത് കണ്ടിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. അവിടെ നിൽക്കുന്ന എല്ലാവരെയും ഞാൻ കാണിച്ചു. നമ്മുടെ കൃപാസനത്തിൻ്റെ സ്റ്റാഫ് ഉണ്ടായിരുന്നു 2 പേര്. അവർക്ക് ഇവിടെ നിന്ന് അപ്പുറത്തേക്ക് വരാനുള്ള അനുവാദം ഉണ്ടായിരുന്നില്ല. എന്നാലും ഞാൻ കാല് പിടിച്ച് ഞാൻ കൊണ്ടുവന്നു. അതിൻ്റെ ഫോട്ടോ ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് എല്ലാവർക്കും കാണിക്കാൻ. കൃപാസനത്തിൻ്റെ മുകളിൽ ഞാൻ ഹിമാലയ ബേക്കറിയുടെ അവിടെ നിന്നാണ് ഫോട്ടോ എടുത്തത് തെളിവിനായിട്ട്. നമ്മുടെ കൃപാസനത്തിൻ്റെ മുകളിൽ ഉടമ്പടി സ്ഥിരീകരിച്ച് ജീവജാലങ്ങളോട് എന്നേക്കുമായിട്ടുള്ള ഉടമ്പടി സ്ഥിരീകരിച്ച് പരിശുദ്ധ അമ്മ നമുക്ക് മഴവില്ല് തന്ന് അനുഗ്രഹിച്ചിരുന്നു. ഇതിന് ശേഷം വളരെ സന്തോഷത്തോടു കൂടി സ്വീറ്റ്സ് എല്ലാവർക്കും കൊടുത്തു. കൃപാസനത്തിൽ അനുവാദം ചോദിച്ചിട്ടാണ് എല്ലാവർക്കും കൊടുത്തത്. കൊടുക്കുമ്പോൾ എല്ലാവരും എന്നോട് ചോദിച്ചു എന്തെങ്കിലും പ്രത്യേക കാര്യം ഉണ്ടായിട്ട്. ഞാൻ പറഞ്ഞില്ല, പരിശുദ്ധ അമ്മ എൻ്റെ അമ്മ ഈശോയുടെ അമ്മയുടെ ബർത്ത്ഡേ ആണ്, അപ്പം നമ്മുടെ അമ്മയുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ എല്ലാവർക്കും സ്വീറ്റ്സ് കൊടുത്തു. എല്ലാവർക്കും വളരെ സന്തോഷത്തോടെ ഞാൻ തിരിച്ചു പോയി. അപ്പോൾ എൻ്റെ മകളിവിടെ ഞങ്ങൾ 2 പേരാണ് ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നത്. എൻ്റെ മകൾ കാനഡയ്ക്ക് പോയിരുന്നു. അവൾ ഉടമ്പടി എടുത്തിട്ടും സാക്ഷ്യം പറഞ്ഞിട്ടുമാണ് ഇവിടെ നിന്ന് പോയിട്ടുള്ളത്. അപ്പോൾ അവളുടെ കൂടെ കൊണ്ടുപോകാൻ ഞാൻ ഇവിടുന്ന് മാതാവിൻ്റെ ഒരു രൂപം മേടിച്ചിട്ടുണ്ടായിരുന്നു. ലാരിയാണ് എനിക്ക് മേടിച്ച് തന്നത്. അപ്പോൾ ആ രൂപം മേടിച്ച് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ ഓൾറെഡി ഒരു വലിയ ഫോട്ടോ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ മാതാവിൻ്റെ ഞങ്ങളുടെ വീട്ടിലെ എല്ലാ ആഴ്ചയും മാതാവിനെയും കൊണ്ട് ജെറിക്കോ പ്രാർത്ഥന ഞാൻ നടത്തും. അത് നിർബന്ധമാണ്. അപ്പോൾ അതുകൊണ്ട് മാതാവിൻ്റെ ഈ പുതിയ രൂപം എടുത്തിട്ട് ഞാൻ വീടിന് ചുറ്റും നടക്കാം, ജമാല ചൊല്ലി പോവാം എന്നുള്ള രീതിയിൽ പുതിയ രൂപം എടുത്തിട്ട്, ഞങ്ങളുടെ അതുവരെ രൂപമില്ല നമ്മുടെ വീട്ടിൽ, ഫോട്ടോ ആണുള്ളത് മാതാവിൻ്റെ വലിയ ഫോട്ടോ. അപ്പോൾ രൂപം എടുത്തിട്ട് ഞാൻ കൊണ്ടുവന്ന് മാതാവിൻ്റെ ഫോട്ടോൻ്റെ അവിടെ വെക്കുമ്പോഴും കാറ് പിടിച്ചിട്ടുള്ള ഒരു അവസ്ഥയായിരുന്നു, മഴക്കാറ് പിടിച്ചിട്ടുള്ള അവസ്ഥ. ഈ രൂപം കൊണ്ടുവന്ന് ഞാൻ ആ മാതാവിൻ്റെ ഫോട്ടോയിൻ്റെ മുമ്പിൽ വെച്ചപ്പം പ്രകാശം എൻ്റെ വീടിൻ്റെ ഉള്ളിലേക്ക് കടന്നു വന്നു. സൂര്യനെ ഉടയാടയാക്കിയ പരിശുദ്ധ അമ്മ സൂര്യരശ്മികൾ എൻ്റെ വീടും നിറച്ചു. ദാറ്റ് വാസ് ഹെവൻലി. അത് ആരോടും പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്ന സത്യമല്ല, ഞാൻ അനുഭവിച്ച സത്യമാണ്. അത് ഈ ലോകത്തിനോട് എനിക്ക് പറയണം. ബിക്കോസ് ആസ് എ ഡോക്ടർ ദ നോളജ് ഐ ഗെയിൻ ഇസ് നത്തിങ് ഇൻ ഫ്രണ്ട് ഓഫ് ജീസസ്. ബിക്കോസ് യേശുവിനെ പ്രക്ലെയിം ചെയ്യുന്നതും ഈശോയെ അനുഭവിച്ചറിയുന്നതും നമുക്ക് ജീവിതത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യമാണ്. പരിശുദ്ധ അമ്മയുടെ കരം പിടിക്കുമ്പോൾ നമ്മൾ ഈശോയിലാണ് വളരുന്നത്, യേശുവിൽ. ആൻഡ് ഹീസ് ലവ് ആൻഡ് ലവ് ഓൺലി. അതിനുശേഷം എൻ്റെ മകൾക്ക് ഇൻ്റർവ്യൂ ആയിരുന്നു സെപ്റ്റംബർ 18. അപ്പം ആ മാതാവിൻ്റെ രൂപമാണ് ഞാൻ അവൾക്ക് കൊടുത്തയക്കുന്നത്. അപ്പോൾ എൻ്റെ വീട്ടിൽ എൻ്റെ ഹസ്ബൻഡ് വെളിയിലാണ്, എൻ്റെ മോൻ എൻജിനീയറിങ്ങിന് BTech പഠിക്കുകയാണ് ബാംഗ്ലൂർ, എൻ്റെ മോള് കാനഡയ്ക്ക് പോവാണ്. അപ്പോൾ എല്ലാവരും ചോദിച്ചു ഇത് എങ്ങനെയാണ് ഒറ്റയ്ക്ക് വീട്ടിൽ. ഞാൻ പറഞ്ഞു പരിശുദ്ധാമ്മ ഈശോയുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് നമുക്ക് പേടിക്കാനില്ല. എനിക്ക് ഈശോയ്ക്ക് വേണ്ടി വേല ചെയ്യണം. ഐ വോണ്ട് ടു ഡു തിങ്സ് വാട്ട് ഗോഡ് വാണ്ട്സ് മീ ടു ഡു എന്നാണ് ഞാൻ പറഞ്ഞു. ഇതുവരെ നടക്കുന്നു, ഇനിയും അങ്ങോട്ടും പരിശുദ്ധ അമ്മയും ഈശോയും എൻ്റെ താങ്ങായിട്ട് എപ്പോഴും ഉണ്ടായിരിക്കും. അമ്മ എന്നെ താങ്ങും, ഈശോയെ ആഗ്രഹിക്കുന്ന മേഖലയിലേക്ക് എന്നെ എത്തിക്കുമെന്ന് ഉറപ്പായി വിശ്വസിക്കുന്നു. എൻ്റെ മോളുടെ ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് കാനഡയിൽ, ഇറ്റ് വാസ് ഓൺ സെപ്റ്റംബർ 18, ഞാൻ പറഞ്ഞു നീ കൊണ്ടുപോകുന്ന പരിശുദ്ധ അമ്മയെ നീ അവിടെ കാത്തുകൊള്ളും നിന്നെ. നീ എവിടെ പോയുമ്പോഴും എനിക്ക് വിഷമമൊന്നുണ്ട്. എല്ലാവരും വിചാരിച്ചും കരഞ്ഞു ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടെന്ന്. അപ്പോൾ അച്ഛൻ പറയുന്നത് എപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്, ആരുമായിട്ട് ഒരുപാട് അറ്റാച്ച്മെൻറ്റ് പാടില്ല. യുവർ പ്രൈമറി അറ്റാച്ച്മെൻറ്റ് ഷുഡ് ബി ജീസസ് ക്രൈസ്റ്റ് ആൻഡ് ഹിസ് ഓൺലി മദർ എന്ന്. അതുപോലെ ഞാൻ പ്രാർത്ഥിച്ചു. എൻ്റെ മാതാവിനെ ഈശോയാണ് ഞാൻ അവൾക്ക് കൊടുത്തു വിടുന്നത്. അപ്പോൾ യു ഡോണ്ട് ഹാവ് ടു ഫിയർ ബിക്കോസ് ദേ ആർ ദ മോസ്റ്റ് സ്ട്രോങ്ങസ്റ്റ് ആൻഡ് ദ മോസ്റ്റ് നോബ്ലസ്റ്റ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പരിശുദ്ധ അമ്മേനെയും കൊണ്ട് എൻ്റെ മോളെ വിട്ടു. അവൾ ദൈവാനുഗ്രഹിച്ച് അവിടെ കാനഡയിലെത്തി. അവിടെ ഇൻ്റർവ്യൂവിന് ഡേറ്റ് കിട്ടി സെപ്റ്റംബർ 18. പെട്ടെന്ന് ജോലി കാനഡയിൽ കിട്ടില്ല പാർട്ട് ടൈമായിട്ട്, പ്രത്യേകിച്ച് ഇപ്പം. അപ്പം എനിക്ക് പേടിയുണ്ടായിരുന്നില്ല, അവൾക്കും പേടിയുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് ഒരു ഇൻ്റർവ്യൂവിന് കോള് വന്നു. സെപ്റ്റംബർ 18 അവൾക്ക് ഇൻ്റർവ്യൂ കോൾ നടന്നു. അവൾ പോണ സമയത്ത് ഞാൻ പറഞ്ഞു കൃപാസനത്തിലെ സാക്ഷ്യങ്ങൾ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കാണുമായിരുന്നു. സാക്ഷ്യങ്ങൾ മാത്രമായിരുന്നു ഞങ്ങളുടെ എന്താ പറയുക, ഇറ്റ്സ് ലൈക്ക് ആ ഫുഡ്. ഞങ്ങൾ കഴിച്ചിരുന്ന ഭക്ഷണം കർത്താവിൻ്റെ വചനങ്ങളായിരുന്നു കൂടുതലും. അങ്ങനെ ഞങ്ങൾ അത് എല്ലാവർക്കും, എനിക്കറിയുന്ന എല്ലാവർക്കും ഞാൻ അയച്ചു കൊടുത്തിരുന്നു. അതിനുശേഷം മോൾ അത് വചനം കണ്ടപ്പം വിശുദ്ധ തൈലം എടുത്ത് തൊണ്ടയിലും നാവിലും
കുരിശ് വരയ്ക്കണം. നെറ്റിയിൽ എന്തായാലും നമ്മൾ കുരിശ് വരയ്ക്കും, പക്ഷേ തൊണ്ടയിലും നാവിലും കുരിശ് വരച്ച് ഇൻ്റർവ്യൂവിന് പോകണമെന്ന് പറഞ്ഞു. ഇംഗ്ലീഷുകാരാണല്ലോ അവിടെ ഇൻ്റർവ്യൂ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടി പോയി മോള്. പോയി കഴിഞ്ഞപ്പോൾ ഒരു നല്ല മാനേജർ അവൾക്ക് ഇൻ്റർവ്യൂ നടത്തി. ഹി വാസ് ഇംപ്രസ്ഡ്. പക്ഷേ ഓരോ ക്വസ്റ്റ്യൻ കഴിഞ്ഞ് പോസ് ഉണ്ട്, ദാറ്റ് മീൻസ് കുറച്ച് നേരം റെസ്റ്റ് ഉണ്ട്. ഈ സമയത്ത് മുഴുവൻ ഈ കുട്ടി പ്രാർത്ഥിക്കുന്നത് ഹെയിൽ മേരി ഫുൾ ഓഫ് ഗ്രേസ് ആയിരുന്നു. അങ്ങനെ നന്മ നിറഞ്ഞ മറിയമേ ചൊല്ലി പ്രാർത്ഥിച്ച് ആ മാനേജറിൻ്റെ ഇൻ്റർവ്യൂ സെഷൻ കഴിഞ്ഞു. അദ്ദേഹം അതിൻ്റെ ഹെഡ് മാനേജറിനെ, യൂഷ്വലി അങ്ങനെ നടക്കില്ല, ഇറ്റ് ഇസ് നോട്ട് പോസിബിൾ, ആ സമയത്ത് ഹെഡ് മാനേജറിനെയും കൂടി ഇരുത്തി നെക്സ്റ്റ് സെഷൻ ഓഫ് ഇൻ്റർവ്യൂ കണ്ടിന്യൂ ചെയ്തു. അതൊരിക്കലും അങ്ങനെ നടക്കില്ല, അടുത്ത ആഴ്ചയ്ക്കൊക്കെയാണ് സെലക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ തന്നെ ചെയ്യുന്നത്. പക്ഷേ ഇവളുടെ കാര്യത്തിൽ ആ ഹെഡ് മാനേജറിനെ വിളിച്ചു വരുത്തി ആ ഓൺ സ്പോട്ട് ഇൻ്റർവ്യൂ സെലക്ഷൻ കിട്ടി. ഇവൾക്ക് യൂണിഫോം കൊടുത്തിട്ട് അവർ വിട്ടു. അപ്പോൾ ദൈവത്തിന് ഒരു കോടി നന്ദി. അതിനുശേഷം ഇവൾ പോയിരിക്കുന്നത് അക്കൗണ്ടിങ് എന്ന കോഴ്സിന് പോസ്റ്റ് ഗ്രാജുവേഷൻ പ്രോഗ്രാമിനാണ്. അപ്പോൾ ഇവിടെ നിന്ന് പോകുമ്പോഴേ വിജയകുമാർ ബ്രദറിനെ ഞങ്ങൾ വിളിച്ച് പ്രാർത്ഥിച്ചിട്ടാണ് പോയത്. അപ്പോൾ എവിടെ പോയാലും ജപമാലയും വിശുദ്ധ ഗ്രന്ഥം പാരായണം ഒരിക്കലും മുടക്കരുതെന്ന് ബ്രദർ പറഞ്ഞിരുന്നു. പോകുന്ന സമയത്ത് ബ്രദർ പറഞ്ഞു അക്കൗണ്ടൻസി ആവില്ല, വേറെ ഏതെങ്കിലും ഒരു ബ്രാഞ്ചാണ് മാതാവ് കാണിച്ചു തരും എന്ന് പറഞ്ഞു. അവിടെ ചെന്നപ്പോൾ ബിസിനസ് പ്രോഗ്രാമിലേക്ക് അവൾക്ക് മാറി. അത് 2 year പ്രോഗ്രാമാണ് വിത്ത് 3 years വർക്ക്, 3 years സ്റ്റേ ബാക്ക്, സോ ടോട്ടൽ 5 years എന്നുള്ള പ്രോഗ്രാം. അത് അവിടെ ചെന്ന് അപ്ലൈ ചെയ്തപ്പോൾ അവൾ വെയിറ്റിംഗ് ലിസ്റ്റിലായിരുന്നു. ഈ ഇൻ്റർവ്യൂ കഴിഞ്ഞ് തിരിച്ച് അവൾ നടന്നു വരുമ്പം അവളുടെ മെയിലിലേക്ക് ഒരു മെയിൽ വരികയാണ് അവളുടെ കോളേജിൽ നിന്ന്. യു ആർ സെലക്റ്റഡ് ഫോർ ദ ബിസിനസ് പ്രോഗ്രാം. സോ ടോട്ടൽ 5 years ഇസ് ദെയർ ഇൻ എ ഹാൻഡ്സ് നൗ ബൈ ഗോഡ്സ് ഗ്രേസ്. ഇത് ദൈവത്തിൻ്റെ കൃപയാലാണ് സാധിച്ചെല്ലാം, ഞങ്ങൾ യോഗ്യത കൊണ്ടല്ല. അത് കഴിഞ്ഞ് ഇതൊന്നുമല്ല ഇതിൻ്റെ ഏറ്റവും വലിയ അത്ഭുതം. ഞാൻ കണ്ട ആ മഴവില്ല് എൻ്റെ മകള് ഈ 2 അത്ഭുതം, മീൻസ് ലൗകികമായിട്ടുള്ള നമ്മുടെ അനുഗ്രഹങ്ങൾ കിട്ടിക്കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ അവിടെ ഈ ലോകത്തിൻ്റെ മറ്റേ കോണിൽ മഴവില്ല് അതേ സ്പീഡിൽ ഇവൾ തിരിച്ചു വരുമ്പോൾ കണ്ടിരിക്കുന്നു. ഈ സാക്ഷി എനിക്കിവിടെ പറയണമെന്ന് ഞാൻ നിർബന്ധം വെച്ച് പറഞ്ഞു. കാരണം ഇനി എൻ്റെ മകൾ ഇങ്ങോട്ട് വരുന്ന 2 years കഴിഞ്ഞിട്ടാണ്. അപ്പം ഞാൻ പറഞ്ഞു, എവിടെ നമ്മൾ വെച്ച് പ്രാർത്ഥിക്കുമ്പോഴും, എവിടെ നമ്മൾ ഈശോയുടെ നാമം വെച്ച് പ്രാർത്ഥിച്ചാലും, നിയമാവർത്തനം 4:7 നമ്മൾ വിളിച്ചപേക്ഷിക്കുമ്പോൾ നമ്മുടെ കൂടെ വരുന്ന ഇത്രയും അടുത്തുള്ള, എന്താ പറയുക, ദൈവം ഇത്ര അടുത്തുള്ള വേറെ ഏത് ശ്രേഷ്ഠ ജനതയാണ് ഈ ലോകത്തുള്ളത്? അതാണ് ഉടമ്പടി. ഉടമ്പടി ഈസ് വെരി സ്ട്രോങ്. ഇറ്റ്സ് നോട്ട് സിമ്പിൾ. ഇറ്റ് ഹെൽപ്സ് യു ടു വാക്ക് വിത്ത് ഗോഡ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അച്ഛൻ പറയുന്ന പോലെ മിനിമം ഒരു കപ്പാസിറ്റി വേണം. കർത്താവ് ഞങ്ങൾക്ക് യോഗ്യതയില്ല അപ്പോൾ, പക്ഷേ കർത്താവിൻ്റെ ദയയാലാണ് ഞങ്ങൾ ഇന്നിവിടെ നിൽക്കുന്നത്. ഈ സാക്ഷി എനിക്ക് പറയണമെന്ന് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധ അമ്മയുടെ താങ്ങുകൊണ്ടാണ് മാത്രമാണ് എനിക്ക് ഈ സാക്ഷ്യം പറയാൻ സാധിച്ചത്. ദൈവം കൂടെ നടക്കുന്ന മറ്റ് ശ്രേഷ്ഠ ജനത ഈ ഭൂമിയിലില്ല. ഞാനിവിടെ നിന്ന് ഇത് പറയുമ്പം, അല്ലെങ്കിൽ എൻ്റെ കർത്താവിനെ ഞാൻ പ്രഖ്യാപിക്കുമ്പം, ഞാൻ കാണുന്ന ഒരു സ്വപ്നമുണ്ട്. ഈ ലോകം മുഴുവൻ കൃപാസന മാതാവെന്ന് അറിഞ്ഞു നിൽക്കണമെന്ന്. ഞാൻ ഒരാളിലല്ല കാണുന്നത്, ഈ ലോകം മുഴുവനാണ് കാണുന്നത്. അതുപോലെ തന്നെ എൻ്റെ വീട്ടിൽ ഞാൻ ഇൻസ്റ്റാഗ്രാം പേജ് ഞാൻ ഈ ഉടമ്പടി പുതുക്കിയതിന് ശേഷം അമ്മയുടെ പ്രത്യക്ഷനെ സാക്ഷിയെ കർത്താവിനെ നാം മഹത്വപ്പെടുത്തണേ എന്ന് പറഞ്ഞിട്ട് അച്ഛൻ എപ്പോഴും പറയും, വിശേഷ വിധിയായി നിങ്ങൾ എന്താണ് ചെയ്തത് എപ്പോഴും ചോദിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു, മാതാവേ എനിക്ക് വിശേഷ വിധിയായിട്ട് ഒന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് എനിക്ക് അത്ര ടെക്നിക്കൽ നോളജ് ഒന്നുമില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഞാനൊരു ഇൻസ്റ്റാഗ്രാം പേജ് അങ്ങ് തുടങ്ങി. നമ്മുടെ വചനങ്ങൾ മാത്രം ഇട്ടിട്ട് അതിൽ ഒരു മാതാവിൻ്റെ നമ്മുടെ ഉടമ്പടി ലോക്കറ്റ് വെച്ചിട്ട് ഞാൻ വചനങ്ങൾ പോസ്റ്റ് ചെയ്യാൻ തുടങ്ങി. ഇന്ന് 90 പോസ്റ്റ് ഞാൻ പരിശുദ്ധ അമ്മയുടെ ശക്തിയാൽ, പരിശുദ്ധ അമ്മയുടെ എന്താ പറയുക, പ്രത്യക്ഷ സാക്ഷിയായി 90 പോസ്റ്റ് വചനം ഇടാൻ എനിക്ക് സാധിച്ചു. അത് എത്ര പേർക്ക് എത്തി എന്നുള്ളത് ഐ എം നോട്ട് ഈവൻ ബോതേർഡ്. പക്ഷെ ഞാൻ എൻ്റെ ദൈവം എനിക്ക് തന്ന ആ വലിയ ശക്തി, വചനത്തെ എനിക്ക് എല്ലാവരിലേക്ക് എത്തിക്കാൻ സാധിച്ചു എന്നുള്ളത് ഞാൻ ഉറപ്പായി വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. കൃപാദാനം എന്നാണ് എൻ്റെ സൈറ്റിൻ്റെ പേര്. ഞാൻ ഈ 2 ഫോട്ടോസും അതിൽ പോസ്റ്റ് ചെയ്യുന്നത് കാരണം എൻ്റെ ജീവിതം അവസാനിക്കുന്നവരെ ഇത് ഉടമ്പടിയുടെ ഒരു അനുസ്മരണ. നമ്മുടെ ഉടമ്പടി എടുത്തവരുടെ കൂടെ നമ്മുടെ ദൈവം, ജീവിക്കുന്ന ദൈവത്തെയാണ് നമ്മൾ വിളിക്കുന്നതെന്നുള്ള ഉറപ്പ്, നമ്മളോട് കൂടെ വസിക്കുന്ന ദൈവത്തെ നമുക്ക് പ്രഖ്യാപിക്കാൻ സാധിക്കണം. അത് ജാതി ഭേദമന്യേ കൃപാസനത്തിൽ ഓരോ മക്കൾക്കും സാധിക്കുമെന്ന് ഉറപ്പായി വിശ്വസിച്ചുകൊണ്ട്, പിന്നെ എൻ്റെ വീട്ടിൽ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ റോസറി മീറ്റ് നടത്തുന്നുണ്ടായിരുന്നു ഇസ്രായേലിന് വേണ്ടിയിട്ട്, പിന്നെ മിഡിൽ ഈസ്റ്റിലെ കൺട്രീസിനും വേണ്ടിയിട്ട്. അപ്പം ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ പാപ്പ പ്രാർത്ഥിക്കുന്ന കണ്ടു. അപ്പം ഞാൻ മുട്ടുകുത്തിയിരുന്ന് എൻ്റെ വീട്ടിൽ വാതിൽ തുറന്നിട്ടേക്കണേ ജപമാല ചെല്ലാൻ തുടങ്ങി. അറിയാതെ ഞാൻ മുട്ടുകുത്തി കണ്ണടച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി ജപമാല. എനിക്ക് ഹരമായിരുന്നു ഹെയിൽ മേരി ഫുൾ ഓഫ് ഗ്രേസ് ചെല്ലാൻ. എനിക്കറിയില്ല, അത് എപ്പോഴും എൻ്റെ വായിൽ വന്നുകൊണ്ടിരുന്നു, ഹെയിൽ മേരി ഫുൾ ഓഫ് ഗ്രേസ് ലോർഡ് ഈസ് വിത്ത് ദീ എന്ന്. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പം കണ്ണടച്ച് പ്രാർത്ഥിച്ച് ഞാൻ നോക്കുമ്പോൾ ഇവിടെ പല സാക്ഷ്യങ്ങളും കേട്ടിട്ടുണ്ട്, പച്ച കളറിലുള്ള ഇൻസെക്ട്സ് അങ്ങനെയൊക്കെ വരുന്നത്. എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ കാണുന്നത് ഒരു ബട്ടർഫ്ലൈ.
ആ ബട്ടർഫ്ലൈ എൻ്റെ വീട്ടിലേക്ക് കയറി വന്നിരുന്നിട്ട് ഒരിക്കലും ഞാൻ നടുമുറ്റത്താണ് ഞാൻ എൻ്റെ ദൈവത്തെ ദ പ്രൈം ഇമ്പോർട്ടൻറ്റ് പൊസിഷൻ ഓർ ഇമ്പോർട്ടൻറ്റ് പ്ലേസ് ഇൻ മൈ ഹൗസ് എൻ്റെ ദൈവത്തിനാണ് ഞാൻ കൊടുത്തേക്കുന്നത്. അപ്പോൾ അവിടെ ഞാൻ പച്ചത്തിരിയും നീലത്തിരിയും കത്തിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ബട്ടർഫ്ലൈ അങ്ങോട്ട് കയറി വന്നിട്ട് ഈ പച്ചത്തിരിയിൽ കുറച്ച് നേരം ഇരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയ്ക്ക് വേണ്ടിയാണ് ദൈവം നമ്മളെ ആ ജപമാല ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പരിശുദ്ധാത്മാവ് നയിക്കുന്നുണ്ട് ലോക സമാധാനത്തിന് വേണ്ടിയെന്ന്. അപ്പം ഞാൻ അതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇനി അച്ഛൻ പറഞ്ഞ ഒരു വലിയ വേർഡുണ്ട്, മരിയൻ സൈന്യമെന്ന്. അതൊരു നമ്മുടെ ഉടമ്പടി ധ്യാനത്തിൽ അച്ഛൻ പറഞ്ഞതാ. മരിയൻ സൈന്യം ഒരുങ്ങുകയാണ്. എപ്പോഴാണ് ഒരുങ്ങുന്നത്? നമ്മുടെ റാലിയോട് ബന്ധപ്പെട്ട് നമ്മളെല്ലാവരും ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്, പ്രാർത്ഥനകളിലും ജപമാല മണികളും ചൊല്ലിക്കൊണ്ട്. അപ്പോൾ അതിനുവേണ്ടി പ്രത്യേകം ഇസ്രായേലിനെയും അതുപോലെ ലോക സമാധാനത്തിന് വേണ്ടി സമാധാനത്തിൻ്റെ അമ്മ നമുക്ക് വേണ്ടി സാക്ഷ്യം വഹിക്കുന്നു. അതുപോലെ തന്നെ പ്രത്യക്ഷൻ്റെ സാക്ഷിയായി കർത്താവിൻ്റെ നാമം ഞങ്ങളെ എന്നെയും എൻ്റെ കുടുംബത്തെയും, ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കും, എന്നെയും എൻ്റെ കുടുംബത്തെ എൻ്റെ തലമുറകളെയും ദൈവമേ തിരഞ്ഞെടുക്കണമേ, അമ്മയുടെ പ്രത്യക്ഷനെ സാക്ഷിയായ തലമുറകളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാനും എൻ്റെ കുടുംബവും എൻ്റെ കർത്താവിനെ സേവിക്കും എന്ന് വാക്ക് പറഞ്ഞുകൊണ്ട് ദൈവമേ ഞാൻ ദൈവത്തിനോട് ഒരു കൂടി നന്ദി പറയുന്നു. പിന്നെ എൻ്റെ പ്രവർത്തന മേഖലകളിൽ ഞാൻ എനിക്ക് പറ്റുന്ന നിർദ്ദേശമൊക്കെ എനിക്ക് സഹായിക്കാൻ പറ്റുന്ന പോലെ ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം, എല്ലാവരും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക്, പ്രത്യേകിച്ച് ഡോക്ടേഴ്സിന് കൃപാസനം പത്രം കൊടുക്കാൻ ഇച്ചിരി വിഷമവും നാണക്കേടുമൊക്കെ ഉള്ള സാഹചര്യങ്ങളൊക്കെ പണ്ടുണ്ടായിട്ട്, പക്ഷേ എനിക്കൊരിക്കലും ഇന്നേ വരെ അതുവരെ ഉണ്ടായിട്ടില്ല. കാരണം അവിടെ വെച്ച് മാത്രമാണ് കൃപാസനം പത്രം കൊടുക്കുമ്പോഴാണ് ഞാൻ പറയുന്നത് ഞാൻ ഡോക്ടറാണെന്ന്. അല്ലെങ്കിൽ ഞാൻ ആരുടെ അടുത്തും പറയാറില്ല ഞാൻ ഡോക്ടറാണെന്ന്. കാരണം അതിനൊരു കാരണമുണ്ട്. കാരണം ഞാൻ BDS കഴിഞ്ഞ് MPH കഴിഞ്ഞ് MDS കഴിഞ്ഞ് ഒരു വ്യക്തിയാണ്. ഞാൻ റിസർച്ച് ഫീൽഡിലാണ് വർക്ക് ചെയ്തത്, ക്ലിനിക്കൽ ഫീൽഡിലല്ല ഇതുവരെ വർക്ക് ചെയ്തത്. അമൃതയിലെ സയൻറ്റിസ്റ്റ് പോസ്റ്റിൽ നിന്നിരുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ റിസൈൻ ചെയ്തു, തിരിച്ച് വീട്ടിൽ വന്നു. ഇറ്റ്സ് തേർഡ് ഇയർ ആവാൻ പോവാണ് ഞാൻ. അപ്പോൾ വീട്ടിൽ ആരുമില്ല. അപ്പോൾ അതിനു വേണ്ടി ചെയ്യുന്നു. അച്ഛൻ പറയുന്ന പോലെ സ്റ്റാറ്റസ് ലോ ആക്കും. സ്റ്റാറ്റസ് ലോ ആക്കിയപ്പോൾ എല്ലാവരും എന്നെ ഇത്രയും പഠിച്ചിട്ട് എന്താ വീട്ടിലിരിക്കണേ എന്നുള്ള ചോദ്യങ്ങളായി. അതുവരെ ഞാൻ എല്ലാവർക്കും വേണ്ടിയും എന്താ പറയുക പഠിത്തത്തിന് വേണ്ടിയും എല്ലാം ഓടി നടക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. വീട്ടിലിരുന്നപ്പോൾ എനിക്ക് എൻ്റെ ദൈവത്തോട് എടുക്കാൻ പറ്റി. എനിക്ക് ജ്ഞാനം തന്നെ എൻ്റെ ദൈവത്തോട് എടുക്കാൻ പറ്റി. എൻ്റെ ദൈവത്തിന് വേണ്ടി ഓടാൻ തുടങ്ങി. അതിനുശേഷം എനിക്ക് യാതൊരു വിഷമോ സങ്കടമോ അതിനില്ല. ദൈവം എനിക്ക് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യുമെന്ന് ഞാൻ ഉറപ്പായി വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. എൻ്റെ എല്ലാവരും ജോലിയില്ലാതെ നഷ്ടപ്പെട്ട് വീട്ടിലിരിക്കുന്ന ആൾക്കാരോട് എനിക്കൊരു ചെറിയ ഒരു പ്രാർത്ഥനയും കൂടെ ഉണ്ട്. കാരണം നിങ്ങൾ ഒരിക്കലും വിഷമിച്ചിരിക്കരുത്. കർത്താവ് നിങ്ങൾക്ക് ഒരു അവസരം തന്നിരിക്കുകയാണ്. കർത്താവിനോട് കൂടെ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യത്തിൽ നമ്മൾ നിറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ദൈവം തരുന്ന ഓരോ ഡ്യൂട്ടീസ് ഉണ്ട്. മേ ബി ആസ് എ മദർ, ഞാൻ അന്നേ വരെ ഓടിയിരുന്നത് ഓരോ ജോലിക്കും ഓരോ പഠിത്തത്തിനും ഭാഗമായിട്ടാണ്. പക്ഷേ ഒരു അമ്മയായിട്ട് എൻ്റെ മക്കളുടെ ഒപ്പം കാര്യത്തിൽ നിൽക്കാനോ അല്ലെങ്കിൽ വീട്ടിലെ കാര്യങ്ങൾ ചെയ്യാനോ എനിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. വെൻ ഐ കെയിം ഹോം ഐ എം ഡൂയിങ് ദാറ്റ് ഡ്യൂട്ടി ബിക്കോസ് ഗോഡ് വാണ്ട്സ് മീ ടു ഡു ദാറ്റ് ഡ്യൂട്ടി. അപ്പം നിങ്ങൾ ഇരിക്കുന്ന സ്ഥലങ്ങളിൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി തിരഞ്ഞെടുത്ത മേഖലകൾ ദൈവം തുറന്നു തരും. അത് വളരെ സന്തോഷത്തോടു കൂടി. സ്റ്റാറ്റസ് ഒക്കെ ചിലപ്പോൾ ലോ ആവും അച്ഛൻ പറഞ്ഞ പോലെ, ബട്ട് ദാറ്റ് ഈസ് ഓക്കെ. വി ആർ സീയിങ് ജീസസ് ആൻഡ് അമ്മ ഈസ് ദേർ വിത്ത് അസ്. പരിശുദ്ധ അമ്മയും ഈശോയും നമ്മുടെ കൂടെ ഉള്ളപ്പോൾ നമുക്ക് ലോകത്തിൽ വേറെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് ദൈവത്തിനും തീരുമാനം ഒരുപാട് നന്ദി പറയുന്നു. ഈ നിമിഷം വരെ എനിക്ക് സിൽവർ ഗ്രേ ഉടമ്പടി എടുത്ത ഒരു വ്യക്തിയാണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഉടമ്പടി പുതുക്കാൻ വന്നപ്പോൾ പറഞ്ഞു, മാതാവേ 2 പ്രാവശ്യമേ പുതുക്കുന്നു സിൽവർ ഗ്രേയിൽ എനിക്ക് ഉടമ്പടിയിൽ സാക്ഷ്യം പറയണം, എനിക്ക് ആഗ്രഹമുണ്ട് മാതാവേ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ എപ്പോഴും സാക്ഷ്യം പറയാൻ ആഗ്രഹിക്കുമായിരുന്നു. കൊച്ചു കുഞ്ഞുങ്ങളെ പോലെ സാക്ഷ്യം പറയണം എന്ന് ആഗ്രഹിക്കുന്നു. അപ്പം ഞാൻ ഇപ്രാവശ്യം മാതാവിനോട് പറഞ്ഞു, നേരത്തെ ഉടമ്പടി എടുത്ത് വന്നപ്പോൾ എനിക്ക് മാർക്ക് ഇപ്രാവശ്യം കൂടുതൽ കിട്ടണം. ഞാൻ പണ്ട് എൻ്റെ ഫീൽഡ് ഓഫ് ഡെൻറ്റിസ്ട്രിയിലും റിസർച്ചിലും പബ്ലിക് ഹെൽത്തിലൊക്കെ മാർക്ക് കൂടുതൽ ചോദിച്ചപ്പോൾ ഞാൻ ഇപ്രാവശ്യം ചോദിച്ചത് ഉടമ്പടിയിൽ എന്നെ എങ്ങനെ വളർത്തണം എന്നായിരുന്നു. ആൻഡ് മൈ സ്കോർ ഇസ് 43. ദാറ്റ് മീൻസ് ഇപ്രാവശ്യം ഞാൻ ഒരു ദിവസം പോലും വിശുദ്ധ കുർബാന മുടക്കിയിട്ടില്ല. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ക്രമമായിട്ട് ചെയ്യാൻ വചനം എന്നും വായിക്കാൻ ഞാൻ ശ്രമിച്ചിരുന്നു. വചനം ഇതുപോലെ നിങ്ങളും ഓരോരുത്തരും വായിച്ച് ഈശോയിൽ ഒരുപാട് സാക്ഷ്യം കൃപാസനത്തിൻ്റെ ആൾക്കാരിൽ ഇനിയും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവത്തിനും പരിശുദ്ധ അമ്മയ്ക്കും ഒരു കൂടി നന്ദി പറയുന്നു. സ്നേഹം നിറഞ്ഞവരെ, ഡോക്ടർ ശീതൾ ജോയിയാണ് നമ്മളോട് തൻ്റെ ഉടമ്പടി ജീവിത സാക്ഷ്യം പങ്കുവച്ചത്. കൃപാസനം ധ്യാന കേന്ദ്രം ഒരു ധ്യാന വിഷയമാക്കുവാനായിട്ടുള്ള ഒരു സ്ഥലമാണ്. പ്രാർത്ഥനയോടുകൂടി തിരക്കില്ലാത്ത സമയത്ത് ഒരു വ്യക്തി കൃപാസനത്തിൻ്റെ പ്രധാന കവാടത്തിലൂടെ കടന്നു വരികയാണെങ്കിൽ വിശുദ്ധ ഗ്രന്ഥത്തിൽ ദൈവം മനുഷ്യനുമായിട്ട് ചെയ്തിട്ടുള്ള എല്ലാ ഉടമ്പടികളെയും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഉൽപ്പത്തി പുസ്തകത്തിൽ ആദ്യമായിട്ട് നമ്മൾ അബ്രഹാമുമായിട്ട് ദൈവം ചെയ്ത ഉടമ്പടി നമ്മൾ കാണുകയാണ്. രണ്ടാമത്തെ ഉടമ്പടിയാണ് നോഹയുമായിട്ട് ദൈവം ചെയ്ത ഉടമ്പടി. ഇത് കൃപാസനത്തിൻ്റെ പ്രധാന കവാടത്തിൽ കടന്നു വരുമ്പോൾ, അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്ക് ഈ ഉടമ്പടികളെ കാണുവാനായിട്ട് സാധിക്കും.
ഉൽപ്പത്തിയുടെ പുസ്തകം 9-ാം അധ്യായത്തിലാണ് നോഹയുമായിട്ട് ദൈവം ഉടമ്പടി ചെയ്യുന്നത് നമ്മൾ കാണുന്നത്. ഈ ഉടമ്പടിയിലാണ് നമ്മളോട് ഡോക്ടർ പറഞ്ഞതുപോലെ ഒരു റെയിൻബോ കവനൻ്റ് അല്ലെങ്കിൽ ഒരു മഴവില്ലിൻ്റെ ഉടമ്പടി ആയിട്ട് നോഹയുടെ കവനൻ്റ് മാറുന്നത് നമ്മൾ കാണുന്നത്. എന്തുകൊണ്ടാണ് നോഹയുമായിട്ട് ദൈവം ഉടമ്പടി ചെയ്യുമ്പോഴും മഴവില്ല് കാണിക്കുന്നതെന്ന് ചോദിച്ചാൽ, അത് ദൈവത്തിലുള്ള വിശ്വാസം വളരുവാനായിട്ട്, പ്രത്യാശ വളരുവാനായിട്ട്, അതുപോലെ തന്നെ ദൈവത്തിൻ്റെ കരുണ അറ്റുപോയിട്ടില്ല എന്ന് ജനത്തെ അറിയിക്കുവാനായിട്ടാണ്. നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഒരു വലിയ ജലപ്രളയം, അതിൽ നിന്ന് നോഹയും കുടുംബവും രക്ഷപ്പെടുന്നു. അതിനുശേഷം നോഹയ്ക്ക് ദൈവം കൊടുക്കുന്ന, ആകാശത്തിൽ കൊടുക്കുന്ന ഏറ്റവും വലിയ അടയാളമാണ് മഴവില്ല് എന്നുള്ളത്. പ്രിയമുള്ളവരെ, ഈ സഹോദരി നമ്മളോട് സാക്ഷ്യം പറയുമ്പോഴും ഉടമ്പടിയിൽ മഴവില്ല് സമ്മാനമായി കൊടുത്തുകൊണ്ട്, അല്ലെങ്കിൽ മഴവില്ലൊരു അനുഭവമായിട്ട് കൊടുത്തുകൊണ്ട് തൻ്റെ ഉടമ്പടി ജീവിതത്തെ പരിശുദ്ധ അമ്മ അനുഗ്രഹിച്ചു എന്ന് ഈ സഹോദരി സാക്ഷ്യപ്പെടുത്തുകയാണ്. അപ്പോൾ മഴവില്ലെന്ന് പറയുന്നത് വിശുദ്ധ ഗ്രന്ഥം ഉടമ്പടിയുമായിട്ട് ബന്ധപ്പെടുത്തി കാണിക്കുന്ന ഒരു കാര്യമാണ്. പ്രിയമുള്ളവരെ, അതുപോലെ തന്നെ ഈ സഹോദരി നമ്മളോട് പങ്കുവയ്ക്കുകയായിരുന്നു, ഉടമ്പടിയിൽ എങ്ങനെ വളരണം, ഉടമ്പടി ജീവിതത്തിൽ എങ്ങനെ എനിക്ക് കൂടുതൽ മാർക്ക് കിട്ടാമെന്ന് ഞാൻ ഓരോ ദിവസവും ചിന്തിക്കുകയാണ്, അതിനു വേണ്ടിയിട്ട് പരിശ്രമിക്കുകയാണ്. ഉടമ്പടിയിലെ ഓരോ കാര്യങ്ങളും നമ്മൾ ചെയ്യുമ്പോൾ, അതിനനുസരിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കുവാനായിട്ട് തയ്യാറാകുമ്പോൾ നമ്മുടെ ഉടമ്പടി ജീവിതം കൂടുതൽ വിശുദ്ധീകരിക്കപ്പെടുന്ന ജീവിതമായിട്ട് മാറും. നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിൽ ദൈവികമായിട്ടുള്ള സാന്നിധ്യം ലഭിക്കുന്ന അനുഭവത്തിലേക്ക് നമുക്ക് കടന്നു വരുവാനായിട്ട് സാധിക്കും. നമ്മുടെ ജീവിതത്തിലെ നമ്മളുടെ ഓരോ ഉടമ്പടി നിയോഗങ്ങളും സാധിക്കുന്നു എന്നുള്ളതിലല്ല നമ്മൾ സന്തോഷിക്കേണ്ടത്, മറിച്ച് ദൈവത്തിൻ്റെ തിരുമുൻപിൽ ഉടമ്പടി ജീവിതം നയിക്കുമ്പോൾ എൻ്റെ ജീവിതം വിശുദ്ധീകരിച്ചുകൊണ്ട് കൂടുതൽ വിശ്വാസതീക്ഷ്ണതയോടുകൂടി എൻ്റെ ക്രൈസ്തവ ജീവിതം എനിക്ക് മനോഹരമായിട്ട് ദൈവത്തോടും പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ചും ജീവിക്കുവാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതിലാണ്. ഈ സഹോദരിയോട് ചേർന്ന് നിന്നുകൊണ്ട് നമുക്കും ദൈവത്തിരുനാമത്തെ മഹത്വപ്പെടുത്താം. നമുക്കും ഉടമ്പടി വഴിയായിട്ട് ദൈവത്തിൻ്റെ വലിയ അടയാളങ്ങൾ കണ്ടുകൊണ്ട് വിശ്വാസത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി വരുവാനും ജീവിതത്തെ കൂടുതൽ വിശുദ്ധീകരിക്കുവാനും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിൽ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇരുകരങ്ങളും അടിച്ച് നമുക്ക് ദൈവത്തിരുനാമത്തെ മഹത്വപ്പെടുത്താം.